ഹായ് ഡിയർ മക്കളെ മക്കളെ ഈ ഒരു ചോദ്യം ഇതിനുള്ള ഉത്തരവും കുറച്ച് മോട്ടിവേഷനും അതൊക്കെ തരാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ഒന്നെങ്കിൽ ഒരു ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു ഉണർവ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കൂട്ടാം. മക്കളെ പറ്റുമെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കാണുക കേട്ടോ. ഞാനിപ്പോൾ ഈ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ വന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അതിൻ്റെ ചൂടിൽ തന്നെ നിങ്ങളോടും വന്ന് പറയാമെന്ന് ഓർത്തു. ഇനി പഠിച്ചാൽ ജയിക്കാമോ? വളരെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളെ കാണുന്നതാണ്. എക്സാം അടുക്കുമ്പോൾ നിങ്ങൾ തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം തൊട്ട് റിസൾട്ട് വന്ന ദിവസം തൊട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. വീട്ടുകാരുടെ, നാട്ടുകാരുടെ, എല്ലാവരുടെയും കൂട്ടുകാരുടെ ഒക്കെ മുമ്പിൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങി പുറമെ ചിരിച്ചിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് മുറിയിൽ പോയിരുന്ന് സങ്കടപ്പെട്ട് കഴിയുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. എനിക്കറിയാം നിങ്ങളെ ഞാൻ എൻ്റെ അനിയത്തിമാരല്ല അനിയന്മാരായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. കുറച്ച് ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മാസം മുമ്പ് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം റിസൾട്ട് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. ബാച്ചിൻ്റെ കാര്യങ്ങൾ എന്തോ ചോദിച്ച് മെസ്സേജ് അയക്കുവാണ്. പഠിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുവാണ്. അപ്പോൾ വോയിസ് മെസ്സേജിൽ ആകെപ്പാടെ ഒരു സങ്കടം ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, സാറേ എൻ്റെ ബെസ്റ്റ് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെ അടക്കമായിരുന്നു ഇന്നലെയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ പറഞ്ഞത് മനസ്സിലായില്ല. സാറേ എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരി മരിച്ചുപോയി, അവളുടെ അടക്കമായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഭയന്ന് ആത്മഹത്യ ചെയ്തു ആ കുട്ടി. അപ്പോൾ അവളുടെ കൂട്ടുകാരി വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ഞാൻ ആരാണ് എന്താണെന്നും പറയുന്നില്ല. അപ്പോൾ അവളുടെ മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുമായിരുന്നു. ഈ കൂട്ടുകാരിയുടെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്, ഇത്തവണയും ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ തവണ ജയിക്കാൻ പറ്റാത്ത കുട്ടിയാണ്, ഇത്തവണയും ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. റിസൾട്ട് വരുമ്പോൾ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. ഇത് ആ കുട്ടിയുടെ പേരൻസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ വർഷവും ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടാറുണ്ട്, ആരെങ്കിലും ആയിട്ട് മരിച്ചു എന്നുള്ളൊരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്. എനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ ഡിപ്രഷനിലായിരിക്കും. ആരും നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ വരുമെടാ. ആരും നമ്മളുടെ കൂടെ ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ വരും. നിങ്ങൾ തകർന്നിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. എടാ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു 25 വയസ്സ് താഴെയല്ലേ എല്ലാ മക്കൾക്കും? വേണ്ട 30 വയസ്സ് താഴെയാണോ? കാരണം വർഷങ്ങളായിട്ട് സ്റ്റേ എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. 25 വയസ്സ് താഴെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ 25 വർഷമേ നിങ്ങളിൽ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ എത്ര വർഷം ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇനിയും നിങ്ങളുടെ മുന്നിൽ വർഷങ്ങളുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് മക്കളെ, ഇന്നലെ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഉണ്ടായല്ലേ. ആ പ്ലെയിൻ ക്രാഷ് ആയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ എന്തൊക്കെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അല്ലേ വേറൊരു രാജ്യത്തേക്ക് പോയത്. ഇനി കുറേ നാളേക്ക് ശേഷം തിരിച്ചു വരണം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകണം, എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിട്ട് തിരിച്ചു വരണം, യെസ് ഇവിടം കൊണ്ട് എൻ്റെ ലൈഫ് സെറ്റായി. ഒരു ഫാമിലിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും അല്ലേ. എല്ലാവരും കൂടെ അവിടെ പോയി തകർക്കണം, ഇവിടെ കറങ്ങണം, ഇവിടെ കറങ്ങണം, അങ്ങനെ ഇഷ്ടം പോലെ ചിന്തകൾ മനസ്സിലിട്ട കുറേ അധികം ആളുകളാണ് ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിമാനത്തിൽ ഇത്രയും ആളുകൾ ഇത്രയും ചിന്തയോടുകൂടി ഇരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, സെക്കൻഡുകൾ 30 സെക്കൻഡ് ഒന്ന് പറന്നുയർന്ന് ആ സമയത്തൊക്കെ ഇവരുടെ മനസ്സിൽ യെസ് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനകത്തിരുന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. നിമിഷങ്ങൾക്കകം തകർന്ന് തരിപ്പണായി. അതിനകത്ത് ഒരാൾ രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന ആഗ്രഹത്തിൽ മുന്നോട്ട് പോയ ആളുകൾ നിമിഷങ്ങൾക്കകം ചാരമായി മാറി. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാടാ. നമുക്ക് ജീവൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട് കൂടെ, നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഡിപ്രഷനിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എന്താ പറയണ്ടേ? എടോ, ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം തോറ്റതിനാണ് നീയൊക്കെ ഡിപ്രഷൻ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത് അല്ലേ? ആ വിമാനത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് കൈയും കാലും വേർപെട്ട് ഒരാൾ ജീവിക്കുവാണെങ്കിൽ അതിനേക്കാളും ഭാഗ്യം ചെയ്തവരല്ലേടാ നിങ്ങളൊക്കെ അല്ലേ? എനിക്ക് ഇപ്പോഴും മനസ്സിലുള്ള ആ കുട്ടിയുടെ മെസ്സേജാണ്.
സ്വന്തം കൂട്ടുകാരി ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരൊക്കെ ഈ വീഡിയോ കാണണം. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം. എടാ മോനെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം തോറ്റെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല, നീ എഴുത്. എടാ ഇനിയും ജയിക്കാനുള്ള അവസരം ഉണ്ടല്ലോടാ, അല്ലേ? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പലരും ഇതില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കുറച്ച് മുമ്പ് എനിക്ക് വന്നൊരു മെസ്സേജാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇമോഷണൽ രീതിയിലിരിക്കുന്നത്. കുറച്ച് മുമ്പ് എനിക്ക് വന്ന മെസ്സേജാണ്, സാറേ ഈ എക്സാം ഞാൻ ജയിച്ചില്ലെങ്കിൽ, കുറച്ച് മുമ്പെന്ന് പറയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വന്ന മെസ്സേജാണ്. ഞാൻ ആ കുട്ടിയെ മാക്സിമം ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു, വിളിച്ചു ഒക്കെ ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുവന്നിരിക്കുക. അവളും ഈ മെസ്സേജ് കാണുന്നുണ്ടായിരിക്കും. കാരണം ഈ എക്സാം ജയിച്ചില്ലെങ്കിൽ സാറേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലെന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ പേരൻസ് ഇത് അറിയുന്നുണ്ടാവും അല്ലേ? ഒറ്റയ്ക്ക് മുറി വന്നിരുന്ന് സങ്കടപ്പെടുമായിരിക്കും. പേരൻസ് നിങ്ങളിത് കാണണം. അവരോട് പറയണം, ഇതല്ലെങ്കിൽ ഒന്നുമില്ല, ഇതില്ലെങ്കിൽ വേറെ വഴിയുണ്ട് നമ്മുടെ മുന്നിൽ. എടാ ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുത്ത മെസ്സേജ് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടുകാർ അവർ ചിലപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് കാണും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 2 വർഷം വെയിറ്റ് ചെയ്ത് എക്സാം എഴുതുമായിരിക്കും. അപ്പോൾ നിങ്ങളെക്കാളും മുമ്പ് പഠിച്ചവരൊക്കെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ചേർന്ന് കാണും. നമുക്കത് പറ്റുന്നില്ല എന്ന് കരുതി നിങ്ങൾ ജയിക്കത്തില്ലെന്നതിലുണ്ടോ? ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ വിജയിക്കത്തില്ലെന്നുണ്ടോ? എടി ഇവൻ പഠിച്ചൊരു 4 വർഷം പഠിച്ചൊരു എഞ്ചിനീയറായി. നിങ്ങൾ 1 വർഷം 2 വർഷം നിങ്ങളെടുത്ത് എക്സാം എഴുതി ജയിച്ചു. നിങ്ങൾ വേറെ വല്ല ബിസിനസ് ചെയ്തു. അപ്പോൾ ഇവൻ എഞ്ചിനീയറായി വർക്ക് ചെയ്യുവാണ്, ഒരു കമ്പനി ജോലി ചെയ്തു. 1 വർഷം അവൻ ജോലി ചെയ്യുവാണ്, 2 വർഷം ജോലി ചെയ്യുവാണ്, അവന് നല്ല ശമ്പളമുണ്ട്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതി ജയിച്ചു. നിങ്ങൾ ഇവനെ പോലെ അല്ല പോയത്, നിങ്ങൾ വേറൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ നല്ലൊരു കമ്പനി പടുത്തുയർത്തി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിനീയർ ജോലിക്ക് വേണ്ടി വരുന്നത് നിങ്ങളുടെ കമ്പനിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ 2 വർഷം നഷ്ടപ്പെട്ടത് അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയോ? നിങ്ങളുടെ എഫേർട്ട് എങ്ങനെ വന്നു എന്നൊന്നും ആരും നോക്കത്തില്ല, എവിടെ എത്തി എന്നേ ആൾക്കാർ നോക്കത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഓട്ടം മത്സരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിക്ക് വെച്ച് കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആരാണ് വിജയിച്ചതെന്ന് ഓർക്കത്തുള്ളൂ. അല്ലാതെ അവൻ എത്ര നാൾ കഷ്ടപ്പെട്ടു, എത്ര നാൾ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടു എന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. ഉസൈൻ ബോൾട്ട് ഏറ്റവും വേഗതയേറിയ മനുഷ്യനായി മാറിയത് അവൻ ആ ഒരു സെക്കൻഡിൽ ജയിച്ചത് കൊണ്ടാണ്. അവന് തൊട്ട് പുറകിൽ സെക്കൻഡായിട്ട് നിന്നവൻ അവനെപ്പറ്റി ആരും ചിന്തിക്കത്തില്ല. പക്ഷേ ഉസൈൻ ബോൾട്ട് ഇതിനു വേണ്ടി എടുത്ത ഇത്രയും വർഷങ്ങൾ, ഇത്രയും നാളുകൾ, അതൊന്നും ആർക്കും നോക്കേണ്ട കാര്യമില്ല. അവൻ ടോപ്പെത്തി, അത് അവൻ്റെ കഴിവാണ് എന്ന് മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. അതായത് നിങ്ങൾ ഇത്രയും വർഷം എടുത്ത് എക്സാം ജയിച്ചു, എക്സാം ജയിച്ചു, സർട്ടിഫിക്കറ്റിനകത്ത് 2, 3 തവണയെന്നൊക്കെ ഇങ്ങനെ എഴുതി വരും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അയ്യോ എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കുവാണെങ്കിൽ അവിടെ കൊണ്ട് തീരത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓടാനായിട്ട് തയ്യാറെടുത്തിരിക്കുവാണെങ്കിൽ മക്കളെ, ഓടിക്കൊണ്ടിരിക്കണവരെ ജയിക്കത്തുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതൊന്നും അല്ല ലൈഫ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയണത്, മക്കളെ, ഞാൻ സൈലം എക്സാമിനർ പോലുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള സമയത്ത്, ഞാൻ എൻ്റെ മക്കളോട് ഇപ്പോൾ പറഞ്ഞൊരു മെസ്സേജാണ്. വലിയ വലിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള സമയത്ത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമോ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത്രയും കുട്ടികൾ എന്നെ കാണുമായിരുന്നു. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനെയൊരു ഓൺലൈൻ ക്ലാസ്സോ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ സിറ്റിയിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട്. എന്നെ കാണാനായിട്ട് ആദ്യം 1 ആൾ 2 ആൾ, ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം അവിടെയാണ്. ഞാനിപ്പോൾ ഇവിടെയായിരിക്കും, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യവും അവിടെയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി ഞാനെന്താ ഓടിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? ബാക്കിയുള്ളവർ നമ്മുടെ മുന്നിലുണ്ട് എന്ന് കരുതി ഞാൻ ഇവിടെ കൊണ്ട് നിർത്തത്തില്ല. അവരുടെ ഒപ്പം ഓടാനോ അല്ല അവരുടെ മുന്നിലേക്ക് ഓടാനോ ഞാൻ ഇപ്പോൾ കഷ്ടപ്പെടണം. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇവിടെ തകർന്ന് എനിക്കിരിക്കാം, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, മതി, എനിക്കെല്ലാം അങ്ങനെ ഒരു സ്റ്റേജൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും നമ്മളെ കൂടെ നിൽക്കാനോ അങ്ങനെയൊന്നും ആരും കാണത്തില്ലായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. യെസ്, എനിക്ക് പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സ്റ്റേജ് കടന്നു കിട്ടിയാണ്ടല്ലോ, പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഏറ്റവും പീക്ക് ലെവലിലെത്തും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ പറയുന്ന കാര്യമാണ് മക്കളെ. ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം ലെവലിലെത്താൻ സാധിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ എല്ലാ മക്കളും നിങ്ങൾ ഇങ്ങനത്തെ ചിന്തകളിലേക്കൊന്നും പോകല്ല കേട്ടോ മക്കളെ. കാരണം എവിടെയൊക്കെ നിങ്ങൾ എത്തേണ്ടവരാണെന്നറിയുമോ? കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കാണുമ്പോഴത്തേക്കും, സാറേ ഞാൻ അന്ന് സാറിൻ്റെ ബാച്ചിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ ക്ലാസ് കണ്ടന്ന് പഠിച്ചായിരുന്നു,
അപ്പോൾ നീയൊക്കെ വേറെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോഴത്തേക്കും നീ ആയിരിക്കും അവിടുത്തെ CEO. ഒന്ന് ഓർത്ത് പോയിക്കോണം. അപ്പം എനിക്ക് ചിലപ്പോൾ നിങ്ങളെയൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ നിനക്കൊക്കെ എന്നെ മനസ്സിലാകുമായിരിക്കും. കാരണം നിങ്ങളൊക്കെ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ രൂപമൊക്കെ മാറ്റം വരും. നമ്മളൊക്കെ ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പറ്റും നിങ്ങളെയൊക്കെ. കാണാൻ പറ്റട്ടെ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഓടിക്കൊണ്ടിരിക്കുക, കഷ്ടപ്പെടുക. ഇനിയുള്ള ദിവസം നമ്മുടേതാണ്. ആരെന്ത് വേണേൽ പറഞ്ഞോട്ടെ, സെൽഫ് മോട്ടിവേഷൻ അതാണ് ആദ്യം വേണ്ടത്. അല്ലാതെ യൂട്യൂബിലും മറ്റേടത്തും അവിടെ ഇവിടെയും ഒരാൾ പറഞ്ഞും ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും തലയിലേക്ക് കയറേണ്ട കാര്യമില്ല. സെൽഫ് മോട്ടിവേഷൻ. എനിക്ക് ഞാനുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കിത് നടക്കും. ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് ആ ലെവലിലെത്താൻ പറ്റും. എൻ്റെ കൂടെയുള്ളവർ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് അവരെക്കാൾ മുകളിലെത്താം. ഞാനിച്ചിരി താമസിച്ചു പോയി, അവരിപ്പോൾ ഇച്ചിരി കൂടെ നേരത്തെയാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് അടുത്ത കോഴ്സിലേക്ക് എത്തി. ഞാനിച്ചിരി താമസിച്ചാണ്, കുഴപ്പമില്ല. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കഷ്ടപ്പെടും, അവരെക്കാൾ ടോപ്പിലെത്തും. ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും ഒരുത്തനും നിന്നെ തളർത്താൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് ആത്മഹത്യ എന്ന ചിന്ത മനസ്സിലേക്ക് വരത്തില്ല. സെൽഫ് മോട്ടിവേഷൻ അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും അവിടെ സങ്കടപ്പെട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക. സന്തോഷത്തോടെ ഒന്ന് എഴുന്നേൽക്കുക. ഇപ്പോൾ കട്ടിലിലൊക്കെ ചിലപ്പോൾ തകർന്നിരുന്നായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. പഠിക്കാൻ പറ്റുന്ന ചിന്തയിലായിരിക്കും നിങ്ങളിരുന്ന് വീഡിയോ കാണുന്നത്. അപ്പോൾ ഇനി പഠിച്ചാൽ ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് 10 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. 10 ദിവസം. ഇനിയുള്ള നാളെ തൊട്ടുള്ള ദിവസം ഞാൻ കഷ്ടപ്പെടും, ഞാൻ കഠിനമായി അധ്വാനിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. നാളെ രാവിലെ ഇന്ന് നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുക, പുതിയ നോട്ട്ബുക്ക് എടുക്കുക, സബ്ജക്റ്റ് എടുത്ത് വെക്കുക, പഠിക്കുക. 10 ദിവസത്തിനുള്ള 5, 6, 7 ദിവസത്തിനുള്ളിൽ നീയൊക്കെ പഠിച്ച് തീർക്കും. ബാക്കി 2 ദിവസം നമുക്ക് എക്സ്ട്രാ 2 ദിവസം നമുക്ക് ബോണസ് ദിവസമായിരിക്കും. അന്ന് വേണേൽ റിവിഷൻ ചെയ്യാൻ പറ്റും. ഇനി താമസിച്ചിട്ടില്ല, നാളെ തൊട്ട്. ഈ വീഡിയോ എന്നാ കാണുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എക്സാമിന് 2 ദിവസം മുമ്പായും കാണുന്നത്. എങ്കിലും അവരോട് പറയുവാണ്, നാളത്തെ ഒരു ദിവസം എക്സാമിന് മുമ്പ് നിൻ്റെയൊക്കെ മുന്നിലുണ്ടാ. ആ ദിവസം ഉറങ്ങിക്കളയാതെ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടാൽ നിൻ്റെ മുന്നിൽ വിജയം. അല്ലെങ്കിൽ ഒരു വർഷം വീണ്ടും വെയിറ്റ് ചെയ്ത് അടുത്ത വർഷം വിജയം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഈ വർഷം ഈ ദിവസം തന്നെ വിജയിക്കണം എന്നാഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുക. ഓടുന്നവർക്കും മാത്രമേ വിജയമുണ്ടാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് റെസ്റ്റ് ചെയ്ത് ഉറങ്ങുന്നവർ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓടി വിജയിക്കണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുക, കഷ്ടപ്പെടുക. അച്ഛൻ്റെ അമ്മയുടെ മുഖങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഒന്നും നോക്കണ്ട, ജയിച്ചോളും. കേട്ടല്ലോ? അപ്പോൾ സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും വേണ്ട മക്കളെ. എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുന്നു മക്കളെ. ബൈ.